പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു കിക്ക് എങ്ങനെ നമുക്ക് ഗുണവത്താക്കിയെടുക്കാം, ഗുണപ്രദമാക്കിയെടുക്കാം എന്നുള്ളതാണ്. കിക്കിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക. കിക്കിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എത്ര വലിയ എതിരാളി ആണെങ്കിലും അയാളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് ഈ പറഞ്ഞ സംഗതി. ഓക്കെ, ഏറ്റവും നല്ല മാർഗമാണ് ഈ പറഞ്ഞ കിക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഫ്രണ്ട് കിക്കാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അതിൻ്റെ ഏത് ഭാഗം എവിടെ കൊണ്ട് ചെയ്യണമൊക്കെ കാണിച്ചു തരാം. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ നമ്മുടെ പെട്ടിലേക്ക് കയറി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രണ്ട് കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കിക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ നോക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾ അതിൻ്റെ ബാക്കിലുണ്ട്. ഒരു കാരണവശാലും കിക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരു ഇൻറ്റിമേഷൻ എതിരാളിക്ക് കൊടുക്കരുത്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ നിൽക്കുമ്പോൾ വളരെ കൂളായിട്ട് അത് നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ച് പുറകോട്ടൊക്കെ ഇറങ്ങി നിന്നിട്ടില്ല കിക്ക് ചെയ്യുന്നത്. അത് പോരാ നമ്മൾ ചെയ്യേണ്ടത് നേരെ നിന്നിട്ട് തന്നെ നമ്മൾ സാധാരണ സ്റ്റാൻസിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫ്രീ സ്റ്റാൻസിൽ നിന്നുകൊണ്ട് തന്നെ കയറി ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ആണ് കിക്ക് ഫലവത്താവാനായിട്ട് പറ്റുക. അതുപോലെ നമ്മളിപ്പോൾ ഒരാളുടെ നെഞ്ചിൽ കാലെടുത്തൊന്ന് കിക്ക് ചെയ്യുന്നു, ഒരിക്കലും കഴിവുള്ളിടത്തോളം മുകളിലേക്ക് കിക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു വേസ്റ്റ് ലെവൽ വരെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നേരെ മനസ്സിലാവുകയും ചെയ്യും. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കിക്കുകളുടെ സീക്രട്ടുകളൊക്കെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കിക്കിംഗ് പാഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സെൻറ്ററിൽ ഒരു റൗണ്ട് വെക്കണേ. അതേമാതിരി നിങ്ങളിപ്പോൾ ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു തടിയിലോ എന്തിനാണെന്ന് വെച്ചാലും ആ കിക്ക് ചെയ്യുന്ന പോയിന്റിൽ കുറച്ച് എന്തെങ്കിലും ചകിരിയൊക്കെ വാങ്ങി വെച്ച് കെട്ടിയതിന് ശേഷം അവിടെ റൗണ്ട് പോയിന്റ് ഇട്ടിട്ട് നേരെ നോക്കുക തന്നെ ചെയ്യുക. പക്ഷേ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം, താഴേക്കുള്ള പോർഷൻ ഉണ്ടാവണം. അങ്ങനെ കിക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ട് വരിക പവർ. പിന്നെ മെല്ലെ നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഓടൊക്കെ നമ്മൾ കാലുകൊണ്ട് കിക്ക് ചെയ്ത് പൊട്ടിക്കാനും ഒക്കെ തുടങ്ങുക. അപ്പോൾ നമുക്ക് എത്ര ബോൺ ബ്രേക്ക് ആവും, അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.